ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് എളുപ്പത്തിലുള്ള ഒരു കുക്കർ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സാമ്പാർ പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇവിടെ ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക, തക്കാളി, ക്യാരറ്റ്, കുമ്പളം എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാൻ തക്കാളിയും വെണ്ടയ്ക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ സാമ്പാർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കർ അടച്ചതിന് ശേഷം ഒരു വിസിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മറ്റേ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്തതോ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു 10-15 ചെറിയുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കറിൽ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് അവസാനം ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എളുപ്പത്തിലുള്ളൊരു കുക്കർ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഡ്ഡലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.